ഏലം കർഷകർ രക്ഷപ്പെട്ടു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പ്രകൃതിദത്തമായ കാർഡമം കെയർ ഹോമിയോ വളം. അല്ല, നമ്മളിപ്പോൾ എന്താ കെമിക്കൽസ്, എനിക്ക് ഈ കെമിക്കൽസ് ഒന്നാമത് ഭയങ്കര വില, രണ്ടാമത് ഇപ്പം എല്ലാം മാറി മാറി നോക്കും. നമുക്ക് ലാഭമുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് ലാഭം തോന്നി. ഇനിയിപ്പോൾ മുന്നോട്ട് തന്നെ ഉപയോഗിക്കണം എന്നാണ്. ഇതാ ഞാൻ ഈ തയ്ച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 9 മാസമായി. ആകെപ്പാടെ ഇത് ഒരു പ്രാവശ്യം ആദ്യം മരുന്നടിച്ചു, അല്ലെങ്കിൽ രണ്ടാമത് ഇത് ഈ സാധനം വിട്ട് സെപ്റ്റംബറിലും കണ്ട് ആദ്യം മേടിക്കുന്നത്. അന്നൊന്ന് അടിച്ചു, പിന്നെ ഇത് ഇപ്രാവശ്യം അത് കഴിഞ്ഞ് ഒന്നുകൂടി അടിച്ചുള്ളൂ. ഇപ്പം ഇത്രയൊരു നേട്ടം എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഇതിന് മരുന്നടിച്ചുള്ളൂ, പക്ഷേ പുഴുക്കളൊന്നും ഇല്ല. അതാണ്, അതുകൊണ്ട് വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പലരും പറഞ്ഞിട്ട് അഡ്രസ് കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിന് ചെടി നിശേഷം തട്ട അഴുകി തട്ട ദ്രവിച്ചു പോകുന്ന രീതിയാണ് കണ്ടത്. തട്ട ദ്രവിച്ച് ചെടി മാഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് അതിനകത്ത് ഭാരപ്പെട്ട സമയം ഉണ്ടായിരുന്നു. കാരണം ചില കൃഷി പരാജയപ്പെടുത്തേക്ക് വരുന്നു. 3 ഏക്കർ കൃഷി ഉണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടെങ്കിലും അന്ന് എനിക്കധികം ഈ 2 ഏക്കറോളം അടുത്ത ആഴെ കൃഷിയാണല്ലോ. ഈ 2 ഏക്കറിൽ കൃഷിയും ഞാൻ കുമളി പഞ്ചായത്തിൽ നിന്നും സെക്രട്ടറിയായി റിട്ടയർ ചെയ്തതാണ്. മരുന്നും വളമൊക്കെ ചെയ്ത് നോക്കി ഫലിക്കാതെ വന്നപ്പം പിന്നെ ഈ മണിക്കൽ അഗ്രോ ഫാർമയുടെ കാർഡമം കെയർ പരീക്ഷിച്ച് നോക്കി. ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഈ വളം വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്. 3 വർഷത്തിൽ നമുക്ക് നല്ല ആദായമാണ്. ഫിസേറിയം വന്ന് എല്ലാം പോയ ചെടിയായിരുന്നു. ഫിസേറിയം വന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ സാധനം മറ്റും ഫിസേറിയനും കൺട്രോൾ ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ടും നല്ല ഫലപ്രദമാണ്. ഒരു 30% വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. മുൻ വർഷങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നു, നമ്മുടെ ചെടി തീർത്ത് പോയതായിരുന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു 30% എനിക്ക് ഈട് വർധന ഉണ്ടാകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഞാൻ എഴുതിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. 30-40% വർധനവ് ഈ മേഖല എനിക്കുണ്ടെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. ഇനി ഏലം കർഷകർക്ക് നന്നായി ഉറങ്ങാം. കാർഡമം കെയർ ഹോമിയോ വളം.